നിങ്ങൾ പ്രതീക്ഷിച്ചവരൊക്കെ നിങ്ങൾക്ക് പ്രതികൂലമായി തീർന്നാലും, നിങ്ങളെ അനുകൂലിക്കാൻ മറ്റാരും സന്നദ്ധരായില്ലെങ്കിലും, മനഃപൂർവ്വം മനസ്സോടെ ഒഴിഞ്ഞു മാറിയാലും, പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം അനുകൂലമായിരിക്കും. ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലത്തെ കാര്യമാക്കേണ്ട സകല വഴികളും ദൈവം തുറന്നിരിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധ ആത്മാവ് തരുന്ന ആലോചന നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിലെ ഒരു വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്, 8-ാമത്തെ വാക്യം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം. എൻ്റെ ദൈവത്തിൻ്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. എൻ്റെ ദൈവത്തിൻ്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് എനിക്കത് തന്നു. എന്താണ് രാജാവ് നെഹമ്യാവിന് നൽകിയത്? പ്രവാസ രാജ്യത്തിൽ നിന്ന്, പേർഷ്യൻ രാജ്യത്തിൽ നിന്ന് യഹൂദയിലേക്ക്, യെരുശലേമിലേക്ക് പോകുവാനായിട്ട് പോകുന്ന യാത്രയിൽ വഴിയിൽ ഉള്ള രാജ്യങ്ങളിലെ ദേശാധിപതിമാര് നെഹമ്യാവിനെ തടയാതിരിക്കുവാനുള്ള എഴുത്തുകളും, യെരുശലേമിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പണിയാനുള്ള പട്ടണത്തിൻ്റെ മതിലിന് വേണ്ട തടികളും വീട് പണിയാനുള്ള ഉപകരണങ്ങളും ഒക്കെ രാജാവിനോട് സംസാരിച്ചപ്പോൾ രാജാവ് അത് കൊടുത്തപ്പോൾ രാജാവ് ഇതെല്ലാം കൊടുത്തു. എഴുത്തും കൊടുത്തു, സാധന സാമഗ്രികളും കൊടുത്തു, പട്ടാളക്കാരെ എല്ലാം കൊടുത്തു. അപ്പോൾ നെഹമ്യാവ് പറയുന്ന കാര്യമാണ്, എൻ്റെ ദൈവത്തിൻ്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നു കൊണ്ടാണ് രാജാവ് എനിക്ക് ഇതൊക്കെ തന്നത്. ഹല്ലേലൂയ. നെഹമ്യാവ് എന്ന് പറയുന്ന ഭക്തൻ്റെ ഒരു പ്രത്യേകതയാണ്, എന്ത് കാര്യം വേണമെങ്കിലും ദൈവത്തോട് ചോദിച്ചിട്ടേ പറയുകയുള്ളൂ. രാജാവ് ചോദിച്ചാൽ പോലും ദൈവത്തോടുകൂടെ ചോദിച്ചതിന് ശേഷമേ രാജാവിനോട് പോലും സംസാരിക്കുകയുള്ളൂ. അങ്ങനെ ദൈവാലോചനയ്ക്ക് വേണ്ടി നിൽക്കുന്ന മനുഷ്യൻ. ദൈവത്തിൻ്റെ കൈ അവന് അനുകൂലമായിരുന്നത് കൊണ്ട് അവനെതിരെ ഒത്തിരി പ്രതികൂലമുണ്ടായിരുന്നു, ഒരുപാട് പ്രതികൂലമുണ്ടായിരുന്നു. ആ പ്രതികൂലങ്ങൾ ഒരു വലിയൊരു ചലഞ്ചായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ കൈ നേരിട്ട് അവൻ അനുഭവിക്കുവാനിടയായി. 2-ാമത്തെ 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, അവൻ്റെ ദാസന്മാരായി ഞങ്ങളെ എന്നിട്ട് പണിയും. ഹല്ലേലൂയ. നാട്ടുകാരായിട്ടുള്ള ആളുകളെ എല്ലാം ചേർത്തുകൊണ്ട് സൻബല്ലത്തും തോബിയാവും ഒക്കെ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഗവർണറായി രാജാവ് അയച്ചിരുന്ന നെഹമ്യാവ് ഒരു ഗവർണർ പദവി വെച്ചുകൊണ്ടല്ല അവൻ കാര്യങ്ങൾ ചെയ്തു, ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ആശ്രയവും പ്രാർത്ഥനയും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം അനുകൂലമാണോ അതിന് ദൈവത്തോട് സംസാരിക്കുന്നവരാകണം നമ്മൾ. നെഹമ്യാവ് ശരിക്കും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ വിഷയത്തിലും വളരെ നാൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉപവസിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ അവന് എല്ലാം ഉണ്ടല്ലോ, കൊട്ടാരത്തിൽ ജോലി ഉണ്ടല്ലോ, ഉയർന്ന പദവി ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാതെ ഉപവസിക്കാതെ നിന്നിരുന്നില്ല. അവനറിയാം, ദൈവം അനുകൂലമാണെങ്കിലേ ഈ ജോലി നിൽക്കത്തുള്ളൂ, ദൈവം അനുകൂലമാണെങ്കിലേ പണം കിട്ടത്തുള്ളൂ, ദൈവം അനുകൂലമാണെങ്കിലേ എനിക്ക് ഈ സ്ഥാനവും നന്മകളൊക്കെ നിലനിൽക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഉപവാസവും പ്രാർത്ഥന ഒട്ടും കുറച്ചില്ല. സഹോദരങ്ങളെ, പ്രാർത്ഥനയും ഉപവാസവും നമ്മുടെ ദൈവാശ്രയത്തെ കാണിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിലുള്ള വിശ്വാസത്തെ കാണിക്കുന്നതാണ്. ചിലർ ഒരുപാട് പ്രാർത്ഥന ദൈവത്തോട് വിഷയങ്ങൾ പറയും, ഒത്തിരി ഭാരവും വിഷമങ്ങളും ഒക്കെ പരിഹരിക്കാനുണ്ടെന്ന് പറയും. പക്ഷെ ദൈവസ്ഥാനത്തിൽ അവർ ഇരിക്കുകയില്ല, അവർ പ്രാർത്ഥിക്കാൻ തയ്യാറല്ല, അവർ ഉപവസിക്കാൻ തയ്യാറല്ല. അവർക്ക് കാര്യങ്ങൾ നടക്കണം, അത്രയേ ഉള്ളൂ. നെഹമ്യാവ് ഭക്തനാണ്. ദൈവം പറയാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നു കൊണ്ടാണ് രാജാവ് എനിക്ക് തന്നത്, അല്ലാതെ എൻ്റെ സ്വാധീനം കൊണ്ടോ ഞാൻ അവിടുത്തെ പാനപാത്രവാഹനായതുകൊണ്ടോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ ദയുള്ള കൈ അനുകൂലമായിരുന്നത് കൊണ്ട്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ആരെയാ അപ്പം പ്രീതിപ്പെടുത്തേണ്ടത്? രാജാവിൻ്റെ മുഖത്തെ അല്ല, നമുക്ക് അനുകൂലമായി നിൽക്കുന്ന, അനുകൂലമാകേണ്ട ദൈവത്തിൻ്റെ കൈ. അപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. മലാഖി പ്രവചനം 1-ാമത്തെ അധ്യായത്തിൽ ഒരു വലിയ മുന്നറിയിപ്പ് ദൈവം കൊടുക്കുന്നുണ്ട്. ജനം ദൈവത്തെ മറന്നിട്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ പോകാൻ തുടങ്ങി, നാടുവാഴികളെ പ്രസാദിപ്പിക്കാൻ തുടങ്ങി, ദൈവഭയം അവർക്ക് നഷ്ടമായി. മലാഖി പ്രവചനം 1-ാം അധ്യായം 9-ാം വാക്യം. ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിക്കുവാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുവീൻ. നിങ്ങൾ ഇതൊക്കെയും ചെയ്തിരിക്കുന്നു, അവന് നിങ്ങളോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തു. എന്തൊക്കെയാണ് ചെയ്തേക്കുന്നുള്ള ദൈവത്തിന് അറിയാം. ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ടോ, ദൈവത്തെയാണോ ഭയപ്പെടുന്നുള്ള ദൈവത്തിന് അറിയാം. കർത്താവ് പറയാണ്, അതുകൊണ്ട് ദൈവം നിങ്ങളോട് കൃപ കാണിക്കുമോ? ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിക്കുവാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളുക. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരിക്കും. ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരുന്നാൽ നമുക്ക് ആവശ്യമുള്ളത് നാം അന്വേഷിക്കാതെ ദൈവത്തെ അന്വേഷിക്കുന്നതിന് പേരിൽ ദൈവം നമുക്ക് നൽകിത്തരും. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് പഠിച്ചു വെക്കുന്ന നല്ലതാണ്. അതൊരു തിയറിയാണ്, ഒരു തത്വമാണ്. ഈ ഒരു തത്വം പഠിച്ചു വെക്കുന്നവർ രക്ഷപ്പെടും, ഈ ഒരു തത്വം പഠിക്കുന്നവർ അഭിവൃദ്ധിപ്പെടും.
ഈ തത്വം അറിയാതെ ഒത്തിരി പൈസ ഉണ്ടാക്കാനോ ഉയരാനോ ഒക്കെ നോക്കുന്നവരെല്ലാം പരാജയപ്പെടും. തത്വം ഇതാണ്, ഇത് ശ്രദ്ധിച്ചു വേണം. സഭാപ്രസംഗി 2:26, തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് ദൈവം ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. ദൈവത്തിന് പ്രസാദമുള്ള ആളുകൾക്ക്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് അവൻ വിവരം കൊടുക്കും, തിരിച്ചറിവ് കൊടുക്കും. മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളവന് അനുഭവമാക്കുവാൻ തക്കവണ്ണം ധനം സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. അവൻ കിടന്ന് കഷ്ടപ്പെടുക, ധനം സമ്പാദിക്കാനായിട്ട് അവൻ കഷ്ടപ്പെടുക. പക്ഷെ ആ സമ്പാദിക്കുന്ന ആർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം വെച്ചെന്നറിയാമോ? ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് കൊടുക്കാൻ ദൈവം അവനെ കൊണ്ട് കഷ്ടപ്പെടുത്തുക. കണ്ടോ? ഇതൊരു തത്വമാണ്. ദൈവമാണ് നമുക്ക് നന്മ നൽകുന്നത്. അവൻ നൽകിയിട്ടുള്ളത് ആറ് ഭക്ഷിക്കും. അതിന് തൊട്ടുപുറയിൽ എഴുതിയിട്ടുണ്ട് 25-ാം വാക്യം. അവൻ നൽകിയിട്ടുള്ളത് ആരനുഭവിക്കും. അപ്പൊ ദൈവം അനുവദിച്ചാൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ദൈവം അനുവദിക്കാതെ അനുഭവിക്കില്ല. അപ്പൊ ദൈവത്തെയാണ് നാം നോക്കേണ്ടത്. ദൈവത്തിന് പ്രസാദമുള്ളവന് ദൈവം കൊടുക്കുന്നത് ജ്ഞാനമാണ്, കഷ്ടപ്പാടല്ല. എന്നാലും അവൻ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ദൈവം തൃപ്തി കൊടുക്കുന്നുണ്ട്. മറ്റവന് അങ്ങ് പണി കഷ്ടപ്പെടുവാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം അനുകൂലമായിരിക്കണം. എസ്രായുടെ പുസ്തകത്തിൽ എസ്രാ ഒരു വളരെ ദൈവാശ്രയമുള്ള മനുഷ്യനായതുകൊണ്ട് അവർ ഇതുപോലെ യെരുശലേമിലേക്കുള്ള യാത്രയിൽ അവരുടെ വിഷയം മുഴുവൻ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കണം. ആ എസ്രായുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ 7-ാം അധ്യായത്തിൽ ഒരുപാട് തവണ എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു, ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ഹല്ലേലൂയ. 8:22 എഴുതിയിരിക്കുന്നു, ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായി ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞു. രാജാവിനോട് പറയാണ്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിന്റെ കൈ അനുകൂലമാണ്, ദൈവത്തെ ഉപേക്ഷിക്കുന്നവർക്ക് അത് പ്രതികൂലമാണ് എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞതുകൊണ്ട് വഴിയിൽ ശത്രുവിന്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. കാരണം ദൈവം ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് ഞങ്ങൾ ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നവർ, അതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് പറഞ്ഞതുകൊണ്ട് രാജാവിനോട് പിന്നെ സൈന്യത്തിന്റെ സഹായം ചോദിച്ചില്ല. അല്ലേ രാജാവ് പറയത്തില്ലേ, നിങ്ങളുടെ ദൈവത്തിന്റെ കൈ അനുകൂലമാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ നിങ്ങളെ സഹായിക്കുന്നത്? അതുകൊണ്ട് രാജാവിനോട് ചോദിക്കാൻ അവർ ലജ്ജിച്ചു, വേണ്ട എന്ന് വെച്ചു. അവർ പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അനുകൂലമാണ്. അധ്യായത്തിന്റെ 29 മുതലുള്ള വാക്യങ്ങളിൽ 32 വരെയുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അങ്ങനെ ഞങ്ങൾ യെരുശലേമിൽ എത്തി വഴിയിൽ പതിയിരിക്കുന്നവന്റെ കയ്യിൽ നിന്നും എല്ലാ പ്രതിസന്ധിയും ദൈവം ഞങ്ങളെ വിടുവിച്ചു. കേട്ടോ? അപ്പൊ ദൈവം വിശ്വസ്തനാണ്. ദൈവം എന്നെ സഹായിക്കും, ദൈവത്തെ ഞാൻ അന്വേഷിക്കുന്നു, ദൈവം എന്നെ കൈവിടുകയില്ലെന്ന് നമ്മൾ പരസ്യമായി 2 പേരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് നമ്മളെ സംരക്ഷിക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾ 10 പേരോട് പറഞ്ഞേ, കർത്താവ് എനിക്ക് സൗഖ്യം തരുമെന്ന് പറഞ്ഞേ. സൗഖ്യം ആകാത്ത സമയത്തും പറയണം കർത്താവ് സൗഖ്യം തരും. അത് കർത്താവ് സൗഖ്യം തരും ഉടനെ. അത് നമ്മുടെ വിശ്വാസമാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇല്ലായ്മയും രോഗവും പ്രയാസവും ഒക്കെ പറയുന്നെങ്കിൽ അതാ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ദൈവം എനിക്ക് അനുകൂലമാണ്, ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായതുകൊണ്ട് എനിക്ക് ദൈവം സാധിപ്പിക്കും. രാജാവിന്റെ മനസ്സിനൊക്കെ ദൈവം തിരിച്ചോളും. ഹല്ലേലൂയ. ചിലർ മനുഷ്യനെ പണക്കത്തില്ല, അവർ ദൈവം പണങ്ങിയാലും സാരമില്ല, അവർക്ക് പ്രാർത്ഥന വിഷയമല്ല, ദൈവാശ്രയം വിഷയമല്ല. മറ്റുള്ളവരാരും പിണങ്ങരുത്. ഈ പിണങ്ങരുത് ചിന്തിക്കുന്നവരെല്ലാം നേരത്തെ ദൈവം അവരെ അകറ്റിക്കളഞ്ഞിരിക്കും. ദൈവത്തെ അകറ്റാതെ നമ്മൾ സൂക്ഷിക്കണം. ഹല്ലേലൂയ. റോമാലേഖനം 8:31 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയണ്ടു? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാ. ദൈവം അനുകൂലമെങ്കിൽ, ആമേൻ. ദൈവം അനുകൂലം അല്ലെങ്കിൽ എല്ലാം പ്രതികൂലമാണ്. ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലങ്ങളെ ദൈവം അനുകൂലമാക്കി മാറ്റും, പ്രതികൂലങ്ങളെ ദൈവം നന്മയാക്കി മാറ്റും. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ ദയയുള്ള കൈ അനുകൂലമായതുകൊണ്ട് രാജാവ് എനിക്ക് തന്നു. രാജാവ് തരണമെങ്കിലും എൻ്റെ ദൈവത്തിന്റെ കൈ അനുകൂലമാകണം. രാജാവിനെ രാജാവാക്കിയ ഒരു ദൈവമുണ്ട്. രാജാവിന്റെ മേൽ അത്യുന്നതനായവൻ വാഴുന്നു. അത്യുന്നതനായവൻ മനുഷ്യന്റെ രാജ്യത്വങ്ങളുടെ മുകളിൽ വാഴുന്നുണ്ടെന്നാണ് ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. എനിക്കറിയാം എൻ്റെ ദൈവം എൻ്റെ സഹായം ഉള്ളത് കൊണ്ടാണ് എന്നെ ആരെങ്കിലും സഹായിക്കുന്നത്. എനിക്കറിയാം ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ടാണ് എനിക്കുള്ള വഴികളൊക്കെ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം തുറന്നു തരുന്നത്. ഹല്ലേലൂയ. എനിക്ക് കടപ്പാട് ഒന്നാമത് ദൈവത്തോടാണ്. ദൈവത്തെയാണ് ഞാൻ പ്രസാദിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരെ, ഉപവസിക്കുന്നവരെ, ദൈവമുഖം അന്വേഷിക്കുന്നവരെ, ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിന്റെ കൈ അനുകൂലം തന്നെയാണ്. ദൈവം ഇടപെടുത്തേണ്ടടുത്ത് ഇടപെടേണ്ടവരെ ഇടപെടുത്തു കേട്ടോ. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ,
ഇന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ ദൈവത്തിൻ്റെ ദയുള്ള കൈ അതാണ് ഞങ്ങൾക്ക് അനുകൂലമായിരിക്കേണ്ടത്. അത് അനുകൂലമാണെങ്കിൽ രാജാവിൻ്റെ പോലും മനസ്സ് തിരിയും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൈ അനുകൂലമായിരിക്കണമേ. കർത്താവെ, നിന്നെ തന്നെ അന്വേഷിക്കാനും അവിടുത്തെ തന്നെ പ്രസാദിപ്പിക്കുവാനും ഒരു വലിയ വാഞ്ച ഈ മക്കൾക്ക് നൽകണം. അതിനുള്ള സമർപ്പണം നൽകണം. അവിടുത്തെ കൈ അനുകൂലമെങ്കിൽ പ്രതികൂലം ഒന്നുമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ മക്കൾക്ക് പ്രതികൂലങ്ങളെല്ലാം ദൈവം മാറ്റി അനുകൂല വഴികൾ ദൈവം തുറക്കണം. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഈ പ്രാർത്ഥന, ഈ വചനം, ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.